ഇന്നർ മോട്ടിവേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത്തരത്തിൽ നോളജ് കരസ്ഥമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇന്ന് കേരളത്തിൽ മറ്റൊരാളും ചെയ്യാത്ത രീതിയിലുള്ള ട്രെയിനിങ്ങുകളും പ്രോഗ്രാമുകളാണ് നമ്മൾ എൽബിയൻ ടോക്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ എൽബിയൻ ടോക്സിന്റെ ബാനറിൽ നെക്സ്റ്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രോഗ്രാമാണ് BA 1 King. ഇതിന്റെ സീസൺ 2 ആണ് ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. BA 1 Kingലെ സീസൺ 1 പ്രോഗ്രാം നമ്മൾ വളരെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അറൌണ്ട് ഒരു 100ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. 100 സീറ്റാണ് നമ്മൾ മാക്സിമം വെക്കുക. പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 95ഓളം ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാമിന്റെ സക്സസിന് ശേഷം നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളിലേക്ക് അനൗൺസ് ചെയ്യുന്ന പ്രോഗ്രാമാണ് BA 1 Kingന്റെ സീസൺ 2 പ്രോഗ്രാം. ജൂലൈ മാസം 1, 2, 3, 4 തീയതികളിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. 4 ദിവസത്തെ സൂമിലൂടെയുള്ള ഓൺലൈൻ സെമിനാർ ആണ് ഈ ഒരു പ്രോഗ്രാം. ഈ പറഞ്ഞിരിക്കുന്ന 4 ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു 1-to-1 കിങ് ആയിട്ട് മാറേണ്ടത്, നിങ്ങളുടെ ബിസിനസിന്റെ എല്ലാ പ്രശ്നങ്ങളെയും നോട്ടീസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ആ ഒരു പ്രോഗ്രാം. ഓൺലൈനിലൂടെ വളരെ വ്യക്തമായിട്ട് ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം തന്നുകൊണ്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മളുടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ടോപ്പിക്കുകളും നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ കിട്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ രീതിയിലുള്ള അപ്ഡേഷനും അടങ്ങുന്ന പ്രോഗ്രാം ആയിരിക്കും ഈ ഒരു BA 1 King സീസൺ 2 പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടത്, വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു ഭാഗം സെപ്പറേറ്റ് ഒരു പ്രോഗ്രാം തന്നെയാണ് ഇൻവിറ്റേഷൻ എക്സലൻസ്. നമ്മൾ ഒരു വ്യക്തിയെ ഇൻവൈറ്റ് ചെയ്യേണ്ടതിന്റെ എല്ലാ രീതിയിലെ കാര്യങ്ങളും, പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും അതിന്റെ വ്യത്യാസങ്ങളും അതിന്റെ അപ്ഡേഷനും എല്ലാം തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. രണ്ടാമത്തെ കാര്യം പ്രസന്റേഷൻ സ്കിൽസ് എന്നുള്ളതാണ്. അതായത് ഒരു പ്രസന്റേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പ്രസന്റേഷനിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം ഒരുപാട് സെയിൽസ് കിട്ടാത്തവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടന്റ് ആണ് പ്രസന്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ബോഡി ലാംഗ്വേജ് ആയിക്കോട്ടെ, നമ്മുടെ രീതി ആയിക്കോട്ടെ, മാറിയ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്. മൂന്നാമത്തെ ഭാഗമാണ് സെയിൽസ് ക്ലോസിംഗ്. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴായിട്ട് ക്ലോസിംഗ് ടിപ്പുകൾ എന്തൊക്കെയുണ്ടോ, അല്ലെങ്കിൽ ക്ലോസിംഗ് ടിപ്പുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പല ആളുകളും കമന്റ് ചെയ്യാറുണ്ട്. നമുക്ക് പ്രോപ്പർ ആയിട്ട് ക്ലോസിംഗ് ടിപ്പിനെ കുറിച്ചിട്ട് മാത്രം അങ്ങനെ ഒരു വീഡിയോസ് ഒന്നും അധികം ചെയ്യാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു 1 വർഷം ബാക്കിൽ അത്തരത്തിലൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ക്ലോസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ആ ഒരു വ്യക്തി പണം നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം എത്തുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമല്ല ക്ലോസിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വിളിക്കുന്ന സമയം തൊട്ട്, ആദ്യത്തെ മെസ്സേജ് പോകുന്ന സമയം തൊട്ട്, ആദ്യത്തെ കോള് പോകുന്ന സമയം തൊട്ട് ആ വ്യക്തി നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആ ലാസ്റ്റ് പോയിന്റ് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെ മൊത്ത റിസൾട്ട് തന്നെയാണ് ക്ലോസിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം തൊട്ട് തന്നെയുള്ള പല കാര്യങ്ങളും ക്ലോസിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലോസിംഗ് കിട്ടാത്തതിന്റെ റീസൺ അവസാനം നടക്കുന്ന ചില കാര്യങ്ങളായിരിക്കണം എന്നില്ല, ആദ്യം തൊട്ടേ നിങ്ങൾ ചെയ്യുന്ന പല മിസ്റ്റേക്കുകളായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ പുതിയൊരു ബിസിനസ് ഓപ്പൺ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുള്ള പല കാര്യങ്ങളും വരുന്നതാണ് ക്ലോസിംഗ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത്. ക്ലോസിംഗ് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പ്രോപ്പർ ആയിട്ടുള്ള മാർക്കറ്റിംഗ് രീതി, അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത്, അതിൽ സോഷ്യൽ മീഡിയയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ ഭാഗത്ത്. അപ്പോ എന്താണ് ഈ ഒരു മാർക്കറ്റിംഗിന്റെ ഒരു പ്രസക്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ഒരുപാട് ഇല്ലീഗൽ കമ്പനികൾ, ഒരുപാട് ആളുകൾ, അല്ലെ, ഇവരൊക്കെ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ പല രീതിയിലെ സ്കാം പ്രോജക്റ്റുകളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള സ്കാം പ്രോജക്റ്റുകൾ ചെയ്യുന്ന ആളുകൾ പോലും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അവർ ഒരുപാട് സെയിൽ ഉണ്ടാക്കുന്നുണ്ട് അൺഎത്തിക്കൽ പരമായിട്ട്, അല്ലെ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും ജെന്യൂൻ ആയിട്ട് ലീഗാലിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ബിസിനസ്സിൽ എത്ര ഡയറക്ട് സെല്ലേഴ്സ് സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത്രത്തോളം ചാൻസ് സോഷ്യൽ മീഡിയയിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് എങ്ങനെ നിങ്ങളുടെ ബിസിനസ് വളർത്താം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിച്ചു തരുന്ന ഒരു ഭാഗമാണ് മാർക്കറ്റിംഗ് സെഷൻ. അടുത്തൊരു ഭാഗമാണ് ന്യൂ ഐഡിയാസ്.
അതായത് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, നമ്മൾ ഫിസിക്കലായിട്ട് ആയിക്കോട്ടെ, നമ്മൾ ഒത്തിരി പുതിയ പുതിയ സ്ട്രാറ്റജികളും പുതിയ പുതിയ ഐഡിയകളും ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ പുതിയ സെയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാരെ പോലെയും നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങി കൂടുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് പുതിയ ആ ഒരു ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, ഏത് രീതിയിലൊക്കെയാണ് നമ്മൾ അതിനെ കൺവേർഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അടുത്തൊരു ഭാഗത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് ആണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ബിഗിനർ ആയിക്കോട്ടെ, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ലീഡർ ആയിക്കോട്ടെ, എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരുപോലെയുള്ള ഒരു കാര്യമാണ് ഒബ്ജക്ഷൻ. ശരിക്കും ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെ നമ്മൾക്കുണ്ട്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം സമയം എടുത്തിട്ട് 48ഓളം ഒബ്ജക്ഷൻസ് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് സെഷനും കൂടെ കിട്ടുന്ന സമയത്ത് BA 1-to-1 കിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു ഡെഫിനേഷനെ അർത്ഥവത്താവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഒരു തവണ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന്റെ 2ാമത്തെ സീസൺ ആണ് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. സീറ്റുകൾ വേണ്ട ആളുകൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ള ഒരു വേർഡ് ഇതാണ്: നിങ്ങൾക്ക് എത്ര നേരത്തെ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടോ അത്രയും നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് സെൽഫ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, ആരുടെ മുമ്പിലും തലകുനിക്കാതെ ഈ ഒരു ബിസിനസ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ആവശ്യമാണ്. അത് എത്ര നേരത്തെ കിട്ടുവാണെങ്കിൽ അത്രയും ഈസിയാണ് സെയിൽ എടുക്കാൻ, അത്രയും നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുന്നതായിരിക്കും. അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ പ്രോഗ്രാമിൽ.